ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിത്രങ്ങളില്ല, ഫിഗേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ലോകാവസാനത്തിന്റെ അടയാളം എന്നാ പറയല്. സുഹൃത്തുക്കളെ, നമുക്കൊന്ന് ഫിസിക്സ് 10ാം ക്ലാസ് ഫിസിക്സിലെ പ്രധാനപ്പെട്ട എല്ലാ ഫിഗേഴ്സും അങ്ങോട്ട് നോക്കിയാലോ. നല്ല കൂളായിട്ട് എൻ്റെ കൂടെ പഠിക്കുക, വേറെ യാതൊരു പരിപാടിയില്ല. സുഹൃത്തുക്കളെ, നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചിത്രം സിമ്പിളടാ. ഇത് നമ്മളെ കണ്ണുമായി ബന്ധപ്പെട്ട രണ്ട് അസുഖമല്ലേ. ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ അത് ഷോർട്ട് സൈറ്റ് ആണോ ലോങ് സൈറ്റ് ആണോ എന്ന് എൻ്റെ മക്കൾ എങ്ങനെ തിരിച്ചറിയാന്ന് ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് ഞാൻ ഇവിടെ നോക്കണ്ടേ, ഏതോ ഒരു കണ്ണ്, സാർ ഏതോ ഒരു കണ്ണ്, ഒരു കുട്ടിൻ്റെ കണ്ണിൻ്റെ റെറ്റിന. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത്ര മാത്രം നോക്കിയാൽ മതി. ഇത് കുറച്ച് ദൂരമാണോ പോയത് അതോ കുറേ ദൂരം പോയിണോ നോക്കുക. സുഹൃത്തുക്കളെ, പാവം, ഇത് കുറച്ച് ദൂരം മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഇതിനെ വിളിക്കും ഷോർട്ട് സൈറ്റ്. എന്താ വിളിക്കുക? ഷോർട്ട് സൈറ്റ്. കഴിഞ്ഞടാ ഷോർട്ട് സൈറ്റ്. സാറേ, ഇത് കുറേ ദൂരം പോയിട്ടുണ്ടല്ലോ. കുറേ ദൂരം പോയിട്ടുണ്ടെങ്കിൽ അത് ഏതായിരിക്കടാ? ലോങ് സൈറ്റ്. ഇവിടെ നോക്ക് സാറേ, കണ്ണും കഴിഞ്ഞ് ബാക്കോട്ട് പോയി. അപ്പൊ നമ്മൾ പറയും ഈ അസുഖം ലോങ് സൈറ്റ് ആണ്, ദീർഘദൃഷ്ടിയാണ്. സാറേ, ഇത് കുറച്ച് മുമ്പ് കണ്ണിന്റെ മുമ്പ് തന്നെ ഫോട്ടോ ഉണ്ടായി, ഇമേജ് ഉണ്ടായി. സോ ഇതിന് നമ്മൾ പറയും ഇത് ഏതാടാ? ഷോർട്ട് സൈറ്റ് ആണ്, അഥവാ ഹ്രസ്വദൃഷ്ടിയാണ്. എജുപോർട്ടിന്റെ മക്കളോടാ കളി. നമ്മളെല്ലാം തൂഫാനാക്കിയിരിക്കും. സാർ സെറ്റ്. അടുത്ത ദിവസം വരട്ടെ. ഈ ചിത്രം കണ്ട നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? എടാ സാറേ, ഇത് ഫാൻ അല്ല. ദിസ് ഇസ് വാർണിംഗ് അഗെയിൻസ്റ്റ് ന്യൂക്ലിയർ റേഡിയേഷൻ. ആണവ വികിരണങ്ങൾക്കെതിരെയുള്ള ജാഗ്രതാ ചിഹ്നം. സാർ, അടുത്ത ചിത്രം വരട്ടെ. എന്താ അടുത്ത ചിത്രം? ഓ മൈ ഗോഡ്, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഇതാണ് ഡിസ്പെർഷൻ അല്ലെങ്കിൽ പ്രകീർണനത്തിന്റെ ചിത്രം. നമ്മൾ കുറെ ആൻസർ ഇവിടെ തന്നെ പറയും, ബാക്കിയുള്ളത് നമ്മൾ ഇവിടെ പറയും, ലൈവിൽ പറയും കേട്ടോ. ഈ ചിത്രം കണ്ടാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഈ ചിത്രം കൂടെ ആദ്യം ചോദിക്കും, താഴെയുള്ള കളർ ഏതാ, മേലുള്ള കളർ ഏതാണ്? ഫിസിക്സിൽ 99% സ്ഥലത്തും താഴെ വയലറ്റ് ആയിരിക്കും, മേലെ റെഡ് ആയിരിക്കും. ഒരു സ്ഥലത്ത് മാത്രമാണ് അങ്ങനെ അല്ലാത്തത്, അത് മഴവിലിന്റെ കേസിൽ മാത്രം. താഴെ വയലറ്റ് ആയിരിക്കും, മേലെ റെഡ് ആയിരിക്കും. താഴെ വയലറ്റ് ആയിരിക്കും, മേലെ റെഡ് ആയിരിക്കും. താഴെ വയലറ്റ്, മേലെ റെഡ്, താഴെ വയലറ്റ്, മേലെ റെഡ്. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ഡിസ്പെർഷൻ, പ്രകീർണനം. സാർ, അടുത്ത ചോദ്യം വരട്ടെ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ഓ മൈ ഗോഡ്, ഒരു പ്രസത്തിലേക്ക് ഒരു ലൈറ്റ് അങ്ങോട്ട് വരും. എന്നിട്ട് നിങ്ങളോട് പറയും ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിത്രം മുഴുവനാക്കടാന്ന് പറയും. എടാ സിമ്പിളാ, നേരത്തെ ഈ ചിത്രമല്ലേ. പ്രസത്തിലേക്ക് ലൈറ്റ് വന്നാൽ നമ്മൾ 6ാമത്തെ പാടല്ലേ, ലെൻസിന്റെ ഒക്കെ പാഠം, അപവർത്തനം വിവിധ മാധ്യമങ്ങളിൽ, റിഫ്രാക്ഷൻ ഇൻ ഡിഫറെന്റ് മീഡിയ. ഈ ചിത്രം ഫുള്ളാക്കാൻ വേണ്ടി പറയും. എളുപ്പമാടാ, നിങ്ങൾ ഇങ്ങനെ മാത്രം നോക്കിയാൽ മതി. ഈ ചിത്രത്തിന്റെ ഈ ഭാഗത്തിന് നമ്മൾ ബേസ് എന്നല്ല പറയാം. എപ്പോഴും മനസ്സിലാക്കിക്കേ, പ്രിസം ആണെന്നുണ്ടെങ്കിൽ വരുന്ന ലൈറ്റിന് ഐ ലവ് യു ബേസിനോടായിരിക്കും. ചേട്ടാ, ഈ ലൈറ്റ് ഇങ്ങനെ വരികയാണേ, ഓ നേരല്ല പോണ്ടി, പോവില്ല, ബേസിൻ്റെ അടുത്തേക്ക്. ബേസേട്ടാ, ഓ ബേസേട്ടാ, ബേസിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് വരുന്നിരിക്കുക. ഐ ലവ് യു ബേസേട്ടാ, പാദത്തിൻ്റെ അടുത്തേക്കായിരിക്കും ലൈറ്റ് വരിക. സോ ഈ ഒരു ബുദ്ധി നിങ്ങളെ മനസ്സിലുണ്ടാവണം. അല്ലാതെ ടീച്ചർ ഇങ്ങനെ കറക്റ്റ് ആംഗിൾ ഒന്നും നോക്കാൻ നിൽക്കൂല. എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കോ, നേരെയല്ലേ പോവാ, ഐ ലവ് യു പാദത്തിൻ്റെ അടുത്തേക്കായിരിക്കും. അതല്ലേ എവിടെയും സംഭവിച്ചത് കണ്ടോ? ബേസേട്ടാ പോകാൻ പറയും. അടുത്ത ചിത്രം സാറേ, ഏറ്റവും നല്ല രസമുള്ള ഒരു ചിത്രം. ഈ ബൾബ് ഏതാടാ? ഒരു ബൾബ് കണ്ടാൽ അത് ഏത് ബൾബാണ് നമ്മൾ ആദ്യം തിരിച്ചറിയണം. പൊന്നു മാഷേ, ഇത് വളരെ വളരെ നിസ്സാരം. ഈ ബൾബാണ് സഹോദരി സഹോദരന്മാരെ, അത് ഏതാടാ? ഇൻകാൻഡസെന്റ് ബൾബ് അല്ലെങ്കിൽ ഫിലമെന്റ് ബൾബ്. ഇതാണ് ഫിലമെന്റ് ബൾബ്. ഈ ഫിലമെന്റ് ബൾബിന്റെ ഭാഗങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇതാണ് നമ്മളെ ടങ്സ്റ്റൺ ഫിലമെന്റ്. ഈ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആള് ചെമ്പ് കമ്പിയാണ്, കോപ്പർ വയർ ആണെന്നും കൂടി മനസ്സിലാക്കിയ പോട്ടെ. ടാറ്റാ ബൈ ബൈ, സീ യു. സാർ, അടുത്ത ക്വസ്റ്റ്യൻ. ഓ മൈ ഗോഡ്, ഈ ചിത്രം കണ്ടിട്ട് ഇങ്ങോട്ട് എന്താ ചോദിക്കുക? ഇതിൽ ഏതാണ് ക്രിട്ടിക്കൽ ആംഗിളിന്റെ ചിത്രം, ഏതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിബന്ധന ചിത്രം എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ അടിക്കുന്ന ലൈറ്റ് അതിർത്തി കൂടെ പോകണ്ടോ നോക്കുക. സാറേ, ഇത് അതിർത്തി കൂടെ അല്ല. സാറേ, ലൈറ്റ് പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. സാറേ, ലൈറ്റ് പോയിട്ട് മേലോട്ടാണ് പോയത്. ഓ മൈ ഗോഡ്, ലൈറ്റ് തിരിച്ച് അങ്ങോട്ട് വന്നിട്ടുണ്ട്. സാറേ, ലൈറ്റ് പോയിട്ട് എൻ്റെ പൊന്നുമാശയെ അതിർത്തി കൂടെ പോയി, ബൗണ്ടറി കൂടെ പോയി. ഇതാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ഇതാണ് എന്താ ക്രിട്ടിക്കൽ ആംഗിൾ. സോ ഈ ചിത്രമാണ് ക്രിട്ടിക്കൽ ആംഗിളിന്റെ ചിത്രം എന്ന് മനസ്സിലാക്കുക. സാർ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും, ഇതിൽ ഏതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിപതനം എന്ന്? എടാ, എന്താ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ? പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറഞ്ഞാൽ സിമ്പിളാ. നിങ്ങൾ അടിച്ച ലൈറ്റ് മുഴുവനായിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ വരുന്നുണ്ടോ നോക്കുക. സാറേ, നിങ്ങൾ അടിച്ച ലൈറ്റ് മുഴുവനായിട്ട് അങ്ങോട്ട് തന്നെ വന്നു. വാവ്, ഗുഡ് ബോയ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. സാറേ, അതിർത്തി കൂടെ പോയി. സാറേ, ക്രിട്ടിക്കൽ ആംഗിൾ. അയ്യോ, മേലോട്ട് പോയി. സാറേ, അതല്ല. സാറേ, അതിർത്തി കൂടെ പോയി, വീണ്ടും. ഇതും ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. സാറേ, അയ്യോ, പോയ ലൈറ്റ് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്ന്. സാറേ, തിരിച്ച് അങ്ങോട്ട് തന്നെ വരികയാണെങ്കിൽ നമ്മൾ അതിനെന്താണ് വിളിക്കുക? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. എന്താ വിളിക്കുക? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിപതനം. എന്ത് രസമാടാ ഫിസിക്സ്, എന്ത് എളുപ്പമാടാ ഫിസിക്സ്. നമ്മളെല്ലാ ചോദ്യങ്ങളും ഈ രാത്രിക്കത്തെ ലൈവോടുകൂടി ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആണ് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഫിസിക്സിൽ A+ വാങ്ങിയിട്ട് നമ്മൾ ഇവിടെ അവസാനിച്ചിട്ട് ടാറ്റ ബൈ ബൈ സീ പറയുള്ളൂ. സാർ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു റെയിൻ ഡ്രോപ്പ്, ഒരു മഴത്തുള്ളിയിലുള്ള മഴവിലിന്റെ ചിത്രം. ശരിക്കും മഴവിലിന്റെ താഴെയുള്ള കളർ ഏതാ? മഴവിലിന്റെ താഴെയുള്ള കളർ ഏതാന്ന് ചോദിച്ചാൽ താഴെ വയലറ്റ് ആണ്, മേലെ റെഡ് ആണ്. അതിൽ ആർക്കും ഒരു എതിരഭിപ്രായം ഇല്ല. സാറേ, മഴവിലിന്റെ താഴെ വയലറ്റ് ആണ്, മഴവിലിന്റെ മേലെ റെഡ് ആണ്, അതിലാർക്കും പ്രശ്നമില്ല. എന്നാ പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിക്കുക ഈ ഒരു ചിത്രമാണ്, ഒരു മഴത്തുള്ളിന്റെ ചിത്രം.
ഒരു മഴത്തുള്ളിന്റെ ചിത്രം തരുമ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കണം, താഴെ വയലറ്റ് ആണ് മേലെ റെഡ് ആണ്, താഴെ വയലറ്റ് ആണ് മേലെ റെഡ് ആണ്. പക്ഷേ ഇവിടുന്ന് നേരെ തലങ്ങട് തിരിയും. അതുകൊണ്ട് തന്നെ ഈ റെഡ് ആയിരിക്കും താഴെ വരിക, താഴെ റെഡ് മേലെ വയലറ്റ്. സുധു അങ്ങോട്ട് നോക്കടാ, ഞാൻ അങ്ങോട്ട് നേരത്തെ പറഞ്ഞതാണ്, ഫിസിക്സിൽ 99% സ്ഥലത്തും താഴെ വയലറ്റും മേലെ റെഡുമാണ്. ശരിയാണ്. പക്ഷെ ഒരു മഴത്തുള്ളിന്റെ ചിത്രം മാത്രം വരയ്ക്കുമ്പം രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഒരു തല അങ്ങോട്ട് തിരിയുന്നുണ്ട്. സോ ഇവിടെ താഴെ വയലറ്റും മേലെ റെഡുമാണ്, എന്നാൽ ഇവിടെ റെഡും താഴെ മേലെ വയലറ്റുമാണ്. സോ ഈ ഒരു ചിത്രം നിങ്ങൾ എന്തായാലും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാണ്, സുപ്രധാനമായ ചിത്രമാണ്, നന്നായിട്ട് പഠിച്ചു വെക്കുക. സാർ അടുത്ത ക്വസ്റ്റ്യൻ. ഓ മൈ ഗോഡ്, നിങ്ങൾ മറന്നു പോകുന്ന, നിങ്ങൾ അത്ര വലിയ പരിഗണിക്കാത്തൊരു ചിത്രമാണ് ഈ ചിത്രം. സ്കാറ്ററിങ് അല്ലെങ്കിൽ വിസരണം തെളിയിക്കാനുള്ള പരീക്ഷണം, എക്സ്പെരിമെന്റ് ടു പ്രൂവ് സ്കാറ്ററിങ്. ഈ ചിത്രങ്ങൾ നല്ലോണം നോക്കി വെക്കണം. ഇവിടെ നിങ്ങളുടെ എക്സാമിന് നോക്കിയേ, എന്തുകൊണ്ടാണ് ഇവിടെ നീല കളറിൽ കാണാൻ കാരണം, ബ്ലൂ കളറിൽ കാണാൻ കാരണം, എന്തുകൊണ്ടാണ് സ്ക്രീനിൽ റെഡ് കളർ കാണാൻ കാരണം? എജുപോട്ടിന്റെ മക്കളെ, തങ്കക്കുടങ്ങളെ, സിമ്പിളാടാ. അതെന്താ ബ്ലൂ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തൊള്ളേന്ന് വായെന്ന് 2 ഡയലോഗ് കണ്ട് അടിക്കുക. ഓ മൈ ഗോഡ്. ഒന്നാമത്തെ പോയിന്റ് സാറേ, ബ്ലൂ കളറിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ബ്ലൂ കളറിന്റെ പ്രത്യേകത എന്താ സാറേ? ബ്ലൂ കളറിന് കളർ എന്നൊക്കെ പറഞ്ഞ്, ബ്ലൂ കളറിന് വേവ് ലെങ്ത്, തരംഗ ദൈർഘ്യം കുറവാണ്, വേവ് ലെങ്ത് കുറവാണ്, അതുകൊണ്ട് സ്കാറ്ററിങ് കൂടുതലായിരിക്കും. ബ്ലൂ എന്ന് നിങ്ങൾ കേട്ടോ, നീല എന്ന് കേട്ടോ, വയലറ്റ് എന്ന് കേട്ടോ, തള്ളിക്കോ. തരംഗ ദൈർഘ്യം കുറവാണ്, വിസരണം കൂടുതലാണ്, വേവ് ലെങ്ത് കുറവാണ്, സ്കാറ്ററിങ് കൂടുതലാണ്. യെസ്, നമ്മൾ അടിച്ചു മാറ്റി. സാർ അടുത്ത ക്വസ്റ്റ്യൻ വരട്ടെ. എന്താ റെഡ് ഇവിടെ വരാൻ കാരണം? റെഡ് എന്ന് കണ്ട അങ്ങ് ചാടി കയറി അങ്ങോട്ട് പറയാം. റെഡിന്റെ പ്രത്യേകത എന്താടാ? റെഡിന് തരംഗ ദൈർഘ്യം കൂടുതലാണ്, വേവ് ലെങ്ത് കൂടുതലായതുകൊണ്ട് സ്കാറ്ററിങ് എന്തായിരിക്കടാ? കുറവായിരിക്കും. സ്കാറ്ററിങ് കുറവായുള്ള പ്രത്യേകത എന്താ സാറേ? ഇറ്റ് ട്രാവൽ മോർ ഡിസ്റ്റൻസ്, അത് കൂടുതൽ ദൂരം സഞ്ചരിക്കും. ഈ പോയിന്റുകൾ മനസ്സിലുണ്ടാവണേ. ഇത് ട്രാവൽ മോർ ഡിസ്റ്റൻസ്. സോ ഒരിക്കൽ കൂടി പറയുന്നു, ഇത് എന്തുകൊണ്ടാണ് ബ്ലൂ ആവാൻ കാരണം? സാറേ വയലറ്റ് ആവാൻ കാരണം, ബ്ലൂ ആവാൻ കാരണം ഒക്കെ എന്താ? വേവ് ലെങ്ത് കുറവാണ്, സ്കാറ്ററിങ് കൂടുതലാണ്, തരംഗ ദൈർഘ്യം കുറവാണ്, വിസരണം കൂടുതലാണ്. സാറേ ഇത് എന്തുകൊണ്ടാണ് റെഡ് വരാൻ കാരണം? റെഡിന് തരംഗ ദൈർഘ്യം കൂടുതലാണ്, വിസരണം കുറവാണ്, കുറേ ദൂരം സഞ്ചരിക്കും. അതുകൊണ്ടാണ് വണ്ടിന്റെ ബ്രേക്ക് ലൈറ്റ് ഒക്കെ റെഡ് ആക്കിയത്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എന്ത് പറയും? ഇവിടെ പറയുന്നത് ലൈവിൽ പറയും. അതേമാതിരി ഇവിടെ A+ ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. കുറേ നേരം കഴിഞ്ഞാൽ ഇതിന്റെ കളർ എന്താവും എന്നൊക്കെ അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞുതരും. A+ ലെവലിന്റെ ലൈവിൽ പറഞ്ഞുതരും, പേടിക്കരുത്. അവിടെ നോട്ടെ. സാർ അടുത്ത ക്വസ്റ്റ്യൻ. ഓ മൈ ഗോഡ്, ഇതൊക്കെ പല ആൾക്കാരും പേടിപ്പിക്കുന്ന ചിത്രങ്ങളാണ്. ഇതൊക്കെ ഒരു വിഷയമാണോ? എന്ത് രസാ ഫിസിക്സ്. ഇങ്ങനെ തരും കേട്ടോ. നിങ്ങളോട് പറയും, ഈ കാന്തസൂചി, ഈ മാഗ്നറ്റിക് നീഡിൽ എങ്ങോട്ടാണ് ഡിഫ്ലക്ട് ചെയ്യുക, എങ്ങോട്ടാണ് വിഭ്രംശിക്കുക എന്ന്. ശരിക്കും ഇത് എങ്ങനെ കണ്ടെത്തുക? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വഴിയാണ്. പക്ഷെ നമ്മളിപ്പം അതിൻ്റെ ഉടായ്പ മാത്രമേ പറയാം. നമ്മളെ ആപ്പിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഉടായ്പ പറഞ്ഞുതരാം. നിങ്ങൾ ആകെ മാത്രം നോക്കേണ്ട കാര്യത്തിലുള്ള ഈ ഉടായ്പ എപ്പോഴാണ് നടക്കുക? ടെക്സ്റ്റ് ബുക്കിലുള്ള 2 ഇത്രാണെങ്കിൽ, അതായത് ബാറ്ററി ഉണ്ട്, ഈ ചങ്ങായി വയറിൻ്റെ താഴെയാണ് വെച്ചതെന്നുണ്ടെങ്കിൽ, നോർത്ത് ഇവിടെയും വയറിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഉടായ്പ നോക്കിയാൽ മതി. നിങ്ങൾ ആദ്യം തരം ചെയ്യേണ്ടി, സുതല പ്രമുഖന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് വലത്തേ ഭാഗത്തുള്ള കറണ്ടിനെ നോക്കണം എന്ന്. സുതലങ്ങൾ നോക്കണം, കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടാ പോവുക? പോസിറ്റീവ് നെഗറ്റീവ്. അതിന് പോസിറ്റീവ് ഏതാ മാഷേ? വലിയ വരയാണ് പോസിറ്റീവ്. ഇതല്ലേ നമ്മളെ വലിയ വര. സോ വലിയ വരയെന്ന് കറണ്ട് ഇങ്ങനെ പോട്ടോ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കറണ്ട് പോകുന്ന ഡയറക്ഷൻ അങ്ങോട്ട് മാർക്ക് ചെയ്യുക. സാറേ കറണ്ട് എപ്പോഴും പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ പോവുക. സാർ ഇവിടെ നിന്ന് മാർക്ക് ചെയ്താണ്. കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടാ പോവുക? പോസിറ്റീവ് നെഗറ്റീവ്. ഇതല്ലേ പോസിറ്റീവ്. ഇനി സ്വിച്ച് ഓൺ ആണ് ഓഫ് ആണോ എന്ന് പറയാൻ നിൽക്കരുത്. സ്വിച്ച് ഓൺ ആക്കി എന്ന് വിചാരിക്കുക. പാവം ഞാൻ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ നിങ്ങൾക്ക്? വലത്തേ ഭാഗം നോക്കുക. സാറേ വലത്തേ ഭാഗം ഏതാ? വലത്തേ ഭാഗം ഏതാ? എടാ പൊട്ടന്മാരെ, വലത്തേ ഭാഗം എന്ന് പറഞ്ഞാൽ ഏതാ? ഈ ഭാഗം. വലത്തേ ഭാഗം നോക്കുക. സാറേ വലത്തേ ഭാഗത്ത് മുകളിലോട്ടാണ് കറണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചങ്ങായി മുകളിലോട്ട് പോകും. സാറേ വലത്തേ ഭാഗത്ത് താഴോട്ടാണ് കറണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചങ്ങായി താഴോട്ട് പോകും. കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ്. വല്ല ബുദ്ധിമുട്ടുണ്ടോ? സുഹൃത്തുക്കൾ എന്ത് എളുപ്പാടാ. ഒന്നും കൂടി ഞാൻ പറഞ്ഞ ഉടായിപ്പ്. ശരിക്കും എങ്ങനെ കണ്ടെത്തേണ്ടി? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ബാ എന്നൊരു മാന്തണം. ശരിക്കും ഇപ്പം മാന്താൻ നിൽക്കരുത്. ടെക്സ്റ്റ് ബുക്കിലുള്ള 2 ചിത്രങ്ങളാണെന്നുണ്ടെങ്കിൽ, വയറിൻ്റെ താഴെയും നോർത്ത് വലത്തേ ഭാഗത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ? സുഹൃത്തുക്കളെ വലത്തേ ഭാഗത്ത് കറണ്ട് മുകളിലാണെങ്കിൽ ഇവൻ മുകളിലേക്ക് പോകും, വലത്തേ ഭാഗത്ത് കറണ്ട് താഴോട്ടാണെങ്കിൽ ഇവൻ താഴോട്ട് പോകും. സെറ്റല്ലേ? ഇനി ഇവൻ വയറിൻ്റെ മുകളിലാണെങ്കിലോ നിങ്ങൾ നേരെ ഇടത്തേ ഭാഗം നോക്കുക. ബാക്കിയൊക്കെ നമ്മൾ ലൈവിൽ പറയും. സെറ്റ്. ഉടായ്പ ചിത്രങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും മൊത്തം നമ്മൾ പറയാം. സാറേ അടുത്ത ചിത്രം വരട്ടെ. എന്താ അടുത്ത ചിത്രം? ഓ മൈ ഗോഡ്, 2 ചിത്രം തരും. 2 ചിത്രം നിന്ന് നിങ്ങളോട് ചോദിക്കും, ആർക്കാണ് പ്രകാശിക സാന്ദ്രത കൂടുതൽ, ആർക്കാണ് പ്രകാശിക സാന്ദ്രത കൂടുതൽ, ആർക്കാണ് അപവർത്തനാങ്കം കൂടുതൽ? ഈ 2 ചോദ്യങ്ങളാണ് ചോദിക്കുക. ആർക്കാണ് പ്രകാശിക സാന്ദ്രത, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ, ആർക്കാണ് അപവർത്തനാങ്കം കൂടുതൽ? സുഹൃത്തുക്കളെ നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എളുപ്പമുള്ളൊരു കാര്യം, സിമ്പിൾ ആൻഡ് ഹമ്പിൾ ക്വസ്റ്റ്യൻ. എടാ ഈ അപവർത്തനാങ്കം എന്ന് പറഞ്ഞാലും പ്രകാശിക സാന്ദ്രത എന്ന് പറഞ്ഞാലും ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാലും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാലും ഇവർ രണ്ടാളും ടീമാടാ. ഇവർ രണ്ടാളും ബായോ മറു ബഹനോനാണ്. ഇവൻ കൂടിയ ആൾക്ക് തന്നെ ആയിരിക്കും ഇതും കൂടുതൽ. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ഒറ്റ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ മതി. ആർക്കാണ് ഏതെങ്കിലും ഒന്ന് കൂടുതൽ എന്ന് മാത്രം നോക്കിയാൽ മതി. സാർ അതെങ്ങനെയാണ് സാറെ കണ്ടെത്തുക? അതെങ്ങനെയാണ് മാഷെ കണ്ടെത്തുക?
നിങ്ങൾ എന്താ നോക്കണ്ടേ, ആരോടാണ് കൂടുതൽ ഐ ലവ് യു നോക്കുക. ഇങ്ങോട്ട് നോക്കടാ സാറേ, ഇതിങ്ങനെ അങ്ങനെ ശരിക്കും നേരെയാണ് പോകണ്ടി. ഐ ലവ് യു ലംബത്തിലൂടെ, ലംബേട്ടാ ഐ ലവ് യു കണ്ടോ, ഇവിടെ നോക്കടാ ലംബേട്ടാ ഐ ലവ് യു. ആർക്കാടാ കൂടുതൽ ഐ ലവ് യു ഉണ്ടായത്? അപ്പം കളിക്കും സാറ് അതെങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലാകുക, ആരോടാ കൂടുതൽ അടുത്തെന്ന് എങ്ങനെ മനസ്സിലാകുക? എടാ ഒന്ന് ആലോചിച്ച് നോക്കടാ, കൂടുതൽ ഐ ലവ് യു ആണെന്നുണ്ടെങ്കിൽ, ഓ ചേട്ടാ കൂടുതൽ ഐ ലവ് യു ആണെന്നുണ്ടെങ്കിൽ ആംഗിൾ കുറയും അല്ലേ, കോണളവ് കുറയും. സോ ആർക്കാണ് ആംഗിൾ കുറവ് നോക്കുക? സാറേ ഇത് 30 ഡിഗ്രി ആണോ? അയ്യോ ഇത് 20 ഡിഗ്രി ഉള്ളൂ. ഐ ലവ് യു കൂടുതലാ, ഇവിടെ വളരെ അടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ആർക്കാണോ ഐ ലവ് യു കൂടുതൽ അവിടെയായിരിക്കും പ്രകാശിക സാന്ദ്രത കൂടുതൽ, അവിടെയായിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ. സുഹൃത്തുക്കളെ ഈ ആൾക്കാരൊക്കെ അവിടെ ആയിരിക്കും കൂടുതൽ. അത്രേ ഉള്ളൂ. ഇവിടെ കൂടുതലാണെങ്കിൽ അവിടെ എന്തായിരിക്കും? കുറവായിരിക്കും. സോ എൻ്റെ മക്കൾ മനസ്സിലാക്കണം, എക്സാമിന് വരുന്നൊരു ചോദ്യമാണ്. ഒരു ചിത്രം തന്നിട്ട് ഏത് മാധ്യമത്തിനാണ് അപവർത്തനാങ്കം കൂടുതൽ, ഏത് മാധ്യമത്തിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ എന്ന് നിങ്ങൾ ആകെ ആലോചിക്കേണ്ടി ആരോടാണ് മുഹബത്ത് കൂടുതൽ എന്ന് ആലോചിക്കുക. മുഹബത്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും, പ്രകാശിക സാന്ദ്രതയും അപവർത്തനാങ്കം കൂടുതലായിരിക്കും. ഇതിൻ്റെയൊക്കെ പ്രോബ്ലം നമ്മളിവിടെ ചെയ്യടാ, നമ്മളെ ലൈവിൽ ചെയ്യും. സാർ അടുത്ത ചോദ്യം വരട്ടെ. എന്താ മാഷ അടുത്ത ചോദ്യം? വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യം. സാർ ഈ ചോദ്യം എന്താ? ഒരു കാന്തത്തിനിടെ കൂടെ ഒരു കറണ്ട് പോകുന്ന വയറ് വെച്ചാൽ ഓനിക്ക് എന്ത് കിട്ടും? അടി കിട്ടും. അതിനെന്താ നമ്മൾ പറയാ? മോട്ടോർ പ്രിൻസിപ്പിൾ. എന്താ വിളിക്കുക? മോട്ടോർ പ്രിൻസിപ്പിൾ. ചിലപ്പോൾ നമ്മൾ എക്സാമിന് വയ്ക്കുക ഇതിന് എങ്ങോട്ടാണ് അടി കിട്ടുക എന്ന്. ഇതിന് ആൻസർ നമ്മൾ ലൈവിലാണ് പറയുക. ഇപ്പം നമ്മൾ യൂട്യൂബ് വീഡിയോയിൽ മൊത്തം പറഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടാവില്ല. സോ രാത്രിയുള്ള ലൈവുകൾ നിർബന്ധമായിട്ടും കാണുക, അതിലൊക്കെ ഇതിൻ്റെ ആൻസർ പറയുന്നതായിരിക്കും. നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്തു നോക്കുക. ഞാനിവിടെ പറയാത്തതെന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ പിടിച്ച് വരുമ്പോഴത്തേന് സമയം കുറേ ആവും. അതിന് നമുക്ക് ലൈവ് ഉണ്ട്. സാർ അടുത്ത ചോദ്യം വരട്ടെ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ചിലപ്പം വിദൂര ഭാവിയിൽ നിങ്ങളുടെ എക്സാമിന് ചോദിക്കും, ഒരു കുട്ടിൻ്റെ ഷോർട്ട് സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെമഡിയൽ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി പറയും, പരിഹാര രേഖാചിത്രം വരയ്ക്കാൻ വേണ്ടി പറയും. ഒന്ന് നോക്കി പോവണേ. സാർ എങ്ങനെ വരയ്ക്കുക? ഷോർട്ട് സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നില്ല, ലോങ് സൈറ്റ് ആണെങ്കിൽ കോൺവെക്സ് ആണെങ്കിൽ ലെക്സ് എന്നാലോചിക്കുക, ലെക്സ് സോപ്പ് സേവ് എന്നാലോചിക്കുക, ലെക്സ് സേവ് എന്നാലോചിക്കുക. ലോങ് സൈറ്റ് ആണെങ്കിൽ കോൺവെക്സ് ലെൻസ് ആയിരിക്കും, ഷോർട്ട് സൈറ്റ് ആണെങ്കിൽ കോൺകേവ് ലെൻസ് ആയിരിക്കും. നോക്കടാ സുഹൃത്തുക്കളെ, കണ്ണിന്റെ അസുഖത്തിനുള്ള പരിഹാരം പഠിക്കണേ. ഷോർട്ട് സൈറ്റ് ആണെങ്കിൽ കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കുക, ലോങ് സൈറ്റ് ആണെങ്കിൽ കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുക. ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഹ്രസ്വദൃഷ്ടി, ലോങ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ദീർഘദൃഷ്ടി. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സുഹൃത്തുക്കളെ എളുപ്പം നിങ്ങളുടെ എക്സാമിന് ചോദിക്കും, ഒരു ചിത്രം ഒന്ന് വരച്ചു തരുമെന്ന്. ഈ ചിത്രങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ലൈവിൽ നമ്മൾ പറയുന്നതായിരിക്കും. സോ ഇതൊന്ന് വരച്ച് പഠിക്കുക. ഓക്കെ അല്ലേ? എല്ലാം ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കുന്നില്ല, ഇതൊന്ന് വരച്ച് പഠിക്കുക. സാർ അടുത്ത ക്വസ്റ്റ്യൻ. ഓ മൈ ഗോഡ്, ഒരു ചിത്രം തന്നാൽ ഇത് ആരാണെന്ന് തിരിച്ചറിയാൻ പറയും. നിങ്ങൾ ആകെ നോക്കേണ്ട എന്താ? നിങ്ങൾക്ക് ഈ ഭാഗത്തേക്ക് ആദ്യം നോക്കുക, ബാറ്ററി ഉണ്ടോ ബാറ്ററി ഇല്ലേ നോക്കുക. ബാറ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ചോദ്യമില്ല. സാറേ ഇത് ബാറ്ററി എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയാം? വലിയ വര ചെറിയ വര, വലിയ വര ചെറിയ വര. ബാറ്ററിയോ അല്ലെങ്കിൽ ഓൻ്റെ അനിയനായ സെല്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ, ബാറ്ററി ഉണ്ടെങ്കിൽ അത് ആരാടാ? ബാറ്ററി ഉണ്ടെങ്കിൽ അത് സാറേ മോട്ടറാണ്. ബാറ്ററി ഉണ്ടെങ്കിൽ മോട്ടറാണ്. സോ മോട്ടറാണോ ജനറേറ്റർ ആണോ എങ്ങനെ തിരിച്ചറിയാം? ബാറ്ററി ഉണ്ടോ നോക്കുക. ബാറ്ററി ഉണ്ടെങ്കിൽ മോട്ടർ ആയിരിക്കും. ലവ് യു സോ മച്ച്. ചിലപ്പോൾ എക്സാമിന് എന്താ ചോദിക്കുക? ഇവിടുന്ന് ആ ഫ്ലെമിങ്ങിന്റെ നിയമം അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയും. അതൊക്കെ ഒന്ന് നോക്കി വെക്കണം, നന്നായിരിക്കും. ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സാർ അടുത്ത ക്വസ്റ്റ്യൻ വളരെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒരു കാർഡ്ബോർഡ് തരും. ഒരു കാർഡ്ബോർഡ് ഒരു വയറിൻ്റെ ഉള്ളിലൂടെ ഒരു വയർ കാർഡ്ബോർഡിൻ്റെ ഉള്ളിലൂടെ കടത്തി വിടും. എന്നിട്ട് ഇവിടെ കുറച്ച് ഇരുമ്പ് പൊടി വിതറും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും, ആ ഇരുമ്പ് പൊടിയുടെ അയൺ ഫില്ലിങ്സിൻ്റെ, അയൺ പൗഡേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരച്ചിട്ട് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ അടയാളപ്പെടുത്താൻ വേണ്ടി പറയും. എടാ എളുപ്പമാടാ, ഒരു വയറിലൂടെ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ കാന്തിക മണ്ഡലത്തിൻ്റെ ചിത്രം എങ്ങനെ ആയിരിക്കും? നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് വട്ടം വട്ടം നാരങ്ങ, വട്ടം വട്ടം നാരങ്ങ, തുള്ളി തുള്ളി പെയ്യുമ്പോൾ അങ്ങനെ നിൽക്കും. സുഹൃത്തുക്കളെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് വട്ടം വട്ടം നാരങ്ങ. സാർ അടുത്ത ക്വസ്റ്റ്യൻ വളരെ വളരെ എളുപ്പമുള്ള ചോദ്യം. നിങ്ങൾ ചിലപ്പോൾ എക്സാമിന് വയ്ക്കും, ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടെത്തുക? ഫ്ലെമിങ്ങിന്റെ വലത് കൈ നിയമം. ഓക്കെ അല്ലേ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഫ്ലെമിങ്ങിന്റെ വലതെന്നില്ല, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. സോ അത് വെച്ചിട്ട് ഇത് കണ്ടെത്തണം. അതെങ്ങനെ കണ്ടെത്താം? അതൊക്കെ എവിടെ പറയുന്നടാ? നമ്മളെ ലൈവിൽ പറയും. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ എന്താ അവിടെ പറയാത്ത? ഞങ്ങളോട് പറയില്ല, മൊത്തം പറയുമ്പോൾ നമ്മളെ വീഡിയോന്റെ ലെങ്ത് കൂടി പോകും. അതൊക്കെ നമ്മൾ ലൈവിൽ പറയും. സോ ഈ ചിത്രം കൂടി നിങ്ങളൊന്ന് നോക്കി വെക്കണം. ഫ്ലെമിങ്ങിന്റെ ഏതാടച്ച ഫ്ലെമിങ്ങിന് റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്, മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്. സാർ അടുത്ത ക്വസ്റ്റ്യൻ, ലൗഡ് സ്പീക്കറിന്റെ ചിത്രം. ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ അത് ആരാണെന്ന് തിരിച്ചറിയണടാ. ഈ ചങ്ങായി വായ തുറന്നിക്കട, ഈ ചങ്ങായിനെ കണ്ടാൽ നമ്മൾ പറയണം ഇത് ലൗഡ് സ്പീക്കറാണ് മാഷേ. ലൗഡ് സ്പീക്കറിന്റെ പ്രധാന ഭാഗങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? സാറേ ഇതിന് ഡയഫ്രം എന്ന് പറയും. സാറേ ഇവിടെ വോയിസ് കോയിൽ ഉണ്ട്, ഫീൽഡ് കാന്തമുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അതിന്റെ പ്രവർത്തന തത്വം ഒന്ന് പഠിച്ചു വെക്കുക. സാർ അടുത്തത് ഇവന്റെ പേരെന്താണ്? ഇവന്റെ പേരാണ് സോൾഡറിങ് അയൺ.
കേട്ടോ. ഇവന്റെ പേരൊന്ന് പഠിച്ചു വെക്കണേ, സോൾഡറിങ് അയൺ. സോൾഡറിങ് അയൺ എന്ന് പറഞ്ഞാൽ ഒരു ഹീറ്റിംഗ് അപ്ലയൻസ് ആണ്, വൈദ്യുത താപന ഉപകരണങ്ങളാണ്. ചൂടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, നമ്മളെ വയറൊക്കെ വെൽഡ് ചെയ്തിട്ട് ഒരുമിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണ് സോൾഡറിങ് അയൺ. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ എന്താ എക്സാമിന് വയ്ക്കുക, ഒരു ഗ്രാഫ് കണ്ടാൽ അത് ആരുടെ ഗ്രാഫാണെന്ന് ചോദിക്കും. എടാ സിമ്പിളാടാ, റായു 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 റായു, മേലെയും താഴെ ഉണ്ടെന്ന് ഇരിക്കുക. രണ്ട് കണ്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അത് എ സി ജനറേറ്റർ. അത് എ സി ജനറേറ്ററിന്റെ ഗ്രാഫാണ്, എ സിയുടെ ഗ്രാഫാണ്. റായു റായു റായു. സാറേ ഇനി ഇതെന്താ ചത്ത വര, അങ്ങോട്ട് നോക്കടാ, ഒരുമാതിരി നമ്മളെ ആംബുലൻസ് സിനിമയിലൊക്കെ കാണുന്ന മാതിരി ഇങ്ങനത്തെ വരാണെന്നുണ്ടെങ്കിൽ എന്താ, ഇങ്ങനെ ഒരു കണ്ടത്തിൽ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഡി സി ആണ്. സാറേ ഇത് ആരുടെ ഡി സിയാ? ഇത് ബാറ്ററിയിൽ നിന്ന് കിട്ടുന്ന ഡി സി ആണേ, ബാറ്ററിയിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടാണിത്. ബാറ്ററിയുടെ ഔട്ട്പുട്ട് ഗ്രാഫാണ് ഇത്, ചത്തവര. സാറേ ഇതാണെങ്കിലോ റാ 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 റാ, അല്ലെങ്കിൽ വേണ്ട നാനാ നാനാന നാനാ നാനാന. ഇത് റായു റായു റായു, ഇത് നാനാ നാനാന. സാറേ ഇതൊരു കണ്ടത്തിൽ മാത്രമേ ഉള്ളൂ, ഒരു കണ്ടത്തിൽ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, ഒരു പരിസരത്ത് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഡി സി ആയിരിക്കും. സാറേ ഇത് ആരുടെ ഡി സിയാ? ഇതൊരു ഡി സി ജനറേറ്ററിലെ ഔട്ട്പുട്ടാണ്, ഡി സി ജനറേറ്റർ. ഓക്കെ അല്ലേ, മാറിപ്പോവരുതേ. സാറേ ഇത് ബാറ്ററി എന്നുള്ള ഡി സി ആണ്, ഇത് എവിടെ നിന്നുള്ളടാ, ഡി സി ജനറേറ്റർ എന്നുള്ള ഡി സി ആണ്. വെറുതെ ഒന്ന് പഠിച്ചു വെച്ചാൽ ഹാപ്പി 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 ന്യൂ ഇയർ. സാർ അടുത്ത ക്വസ്റ്റ്യൻ, ഈ ചിത്രം തരും, ഈ ചിത്രം നിങ്ങളോട് ചോദിക്കും ഇതിന്റെ പ്രവർത്തന തത്വം എന്താന്ന്. എടാ അങ്ങോട്ട് നോക്കടാ, അയൽവാസികളെ എപ്പോഴെങ്കിലും നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്തായിരിക്കും, മ്യൂച്വൽ ഇൻഡക്ഷൻ. എന്തായിരിക്കടാ, മ്യൂച്വൽ ഇൻഡക്ഷൻ കേട്ടോ. അയൽവാസികളുടെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ ആയിരിക്കും, മ്യൂച്വൽ ഇൻഡക്ഷൻ. അതൊന്ന് മനസ്സിലാക്കി വെക്കണേ, അയൽവാസികളുടെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. രണ്ട് പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും അടുത്തടുത്ത് കണ്ണും കണ്ണും എന്ന് നോക്കി നിൽക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആയിരിക്കും. ഓക്കെ സെറ്റ്. അതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറയും, ലൈവിൽ പറയും. ഇപ്പൊ നമ്മൾ ആ ചിത്രം കണ്ടിട്ട് ഇത് ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. സാർ അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ചിത്രം കണ്ടാൽ അത് ഏത് ട്രാൻസ്ഫോമർ ആണെന്ന് എങ്ങനെ മനസ്സിലാക്കുക എന്ന്. എടാ എളുപ്പമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ, പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ കമ്പയർ ചെയ്യുക. ഇതാണ് പ്രൈമറി, ഇതാണ് സെക്കൻഡറി. ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കൂടുകയാണോ കുറയാണോ നോക്കുക. ചുറ്റുകളുടെ എണ്ണം കൂടുകയാണെങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ് ആയിരിക്കും, ചുറ്റുകളുടെ എണ്ണം നമ്പർ ഓഫ് ടേൺസ് കുറയാണെങ്കിൽ അത് സ്റ്റെപ്പ് ഡൗൺ ആയിരിക്കും. അയ്യോ സാറേ ഇവിടെ കുറച്ച് ചുറ്റുകൾ മാത്രമാണല്ലോ ഇട്ടത്, ഇവിടെ കുറച്ച് ചുറ്റുകൾ മാത്രമായതുകൊണ്ട് ഇവിടെ കൂടുതലായതുകൊണ്ട് നമ്മൾ വിളിക്കും ഇത് ഏതാടാ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സാർ ഇവിടെ നോക്ക്, ഇവിടെ പ്രൈമറിയിൽ കുറേ ഉണ്ട്, സെക്കൻഡറിയിൽ കുറച്ച് മാത്രമേ ഉള്ളൂ. കൂടുതലല്ലേ എന്ന് കുറഞ്ഞായില്ലേ, കുറഞ്ഞില്ല സാറേ, അപ്പൊ അത് ഏതാ ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇതേതാടാ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സെറ്റ്, വളരെ വളരെ എളുപ്പം. അടുത്തത് ഇവൻ ആരാന്ന്, ഇതാരാ, ഈ ചിത്രം കണ്ടാൽ മനസ്സിലാക്കിക്കൂടെ, 10ാം ക്ലാസ്സിൽ ഇങ്ങനെയുള്ള ഒരുത്തൻ ഇവൻ മാത്രമേ ഉള്ളൂ. ഇവന്റെ പേരാണ് മൂവിങ് കോയിൽ മൈക്രോഫോൺ. മൂവിങ് കോയിൽ മൈക്രോഫോൺ, ചലിക്കും ചുരുൾ മൈക്രോഫോൺ. അതും നമ്മൾ പഠിച്ച് അതിൻ്റെ ഭാഗങ്ങൾ കൂടി ഒന്ന് നോക്കി വെക്കണേ. സാർ അതിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെ, ഈ ഭാഗത്ത് ഡയഫ്രം ഉണ്ടായിരിക്കും, വോയിസ് കോയിൽ ഉണ്ടായിരിക്കും, അതിനുള്ളിൽ ഒരു പെർമനന്റ് മാഗ്നറ്റും കൂടി ഉണ്ടായിരിക്കും. എന്ത് മാഗ്നറ്റ് ആടാ, പെർമനന്റ് മാഗ്നറ്റ്. പിന്നെ എക്സാമിന് എന്താ ചോദിക്കുക, ഈ ഒരു ചിത്രം നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഈ ചിത്രത്തിന് നമ്മൾ എന്താണ് പറയാ, ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ, ഗൃഹവൈദ്യുതീകരണം. ഇവിടുന്ന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് എന്താ ചോദിക്കുക, ഇവന്റെ ഓർഡർ പഠിക്കണം. ചിലപ്പോൾ ചോദിക്കും മീറ്റർ കഴിഞ്ഞിട്ട് ആരെ വെക്കണ്ടേ, ഫ്യൂസ്. ചിലപ്പോൾ ഫ്യൂസ് ഇവിടെ വന്ന് ചോദിക്കും ഇതാണോ ശരി ഇതാണോ ശരി. സോ ഈ ഒരു ഓർഡർ നിർബന്ധമായിട്ട് പഠിച്ചേക്കണം. ആദ്യം മീറ്റർ ആണ്, പിന്നെ ഫ്യൂസ് ആണ്, പിന്നെ മെയിൻ സ്വിച്ച് ആണ്, ELCB, MCB, സ്വിച്ച് ബോർഡ്, ഉപകരണങ്ങൾ. സോ ഈ ഒരു ഓർഡർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്രമത്തിൽ പഠിക്കുക, ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ. ഈ ചിത്രം അതിൻ്റെതായ ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിക്കണം. ചിലപ്പോൾ കൂടെ എക്സാമിന് ചോദിക്കും ഫ്യൂസ് എവിടെ വെക്കേണ്ടതെന്ന്. ഫ്യൂസ് ഈ വയറിലൊന്നും വെക്കാൻ പറ്റൂല, ഫ്യൂസ് എവിടെ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ, ഫ്യൂസ് വയർ എപ്പോഴും ഫേസ് വയറിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. സോ അതൊക്കെ ഇമ്പോർട്ടൻ്റാ. ഓക്കെ അല്ലേ, ആ ചിത്രങ്ങൾ കൂടി ഒന്ന് നോക്കിപ്പോവണം, വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ചോദ്യം, സാറേ എർത്ത് പിന്ന്, എർത്ത് വയർ എവിടെ നിന്നാണ് കണക്ട് ചെയ്യേണ്ടതെന്ന്. എർത്ത് വയർ എപ്പോഴും ഉപകരണത്തിന്റെ ബോഡിയിൽ നിന്നാണ് കണക്ട് ചെയ്യേണ്ടത്. എവിടെ നിന്നാണ് കണക്ട് ചെയ്യേണ്ടത്, ഉപകരണത്തിന്റെ ബോഡിയിൽ നിന്നാണ് എർത്ത് വയർ കണക്ട് ചെയ്യേണ്ടത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് സുഹൃത്തുക്കളെ, ഇവന്റെ പേരെന്താണ്. നിങ്ങളെ വീട്ടിലത്തെ ഉപകരണങ്ങൾ, ഓരോ ഉപകരണങ്ങളും എത്ര കറണ്ടാണ് തിന്നുന്നത്, എത്ര എനർജിയാണ് തിന്നുന്നത് എന്ന് നോക്കാനുള്ള ഉപകരണത്തിന്റെ പേരാണ് KWH മീറ്റർ. KWH മീറ്റർ. സോ ഈ ഉപകരണത്തിന്റെ പേരാണ് KWH മീറ്റർ, കിലോ വാട്ട് ഹവർ മീറ്റർ അല്ലെങ്കിൽ വാട്ട് ഹവർ മീറ്റർ. റെഡി അല്ലേ, എളുപ്പമല്ലേടാ, സിമ്പിൾ, ഹമ്പിൾ, നിസ്സാരം. അതേമാതിരി ചോദിക്കാൻ ചാൻസ് ഉള്ള രണ്ടാമത്തെ പറഞ്ഞൊരു ചിത്രം, ഒരു വയർ ഉണ്ടാവും. ഈ വയറിലൂടെ കറണ്ട് കടത്തി വിടുന്ന സമയത്ത് അതിലുള്ള കാന്തിക മണ്ഡലം ഇങ്ങോട്ടാണെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണെ കറണ്ട് എങ്ങോട്ടാണ് പോവാന്ന്. അതൊന്ന് ചെയ്ത് നോക്കണം. ഉത്തരം അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പേടിയും പേടിക്കരുത്. ഞാനിപ്പോൾ ക്വസ്റ്റ്യൻസ് മാത്രമാണ്, ചിത്രങ്ങൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അത് അറിയില്ല എന്നുണ്ടെങ്കിൽ ലൈവ് കണ്ടാൽ മതി, നമ്മൾ ലൈവിൽ നല്ല ഉഷാറായിട്ട് പറഞ്ഞുതരും. സോ ഈ ചിത്രം നോക്കാണ്ട് പോവരുത് കേട്ടോ, ഇത് നോക്കണം. അപ്പം നിങ്ങളിങ്ങനെ മാന്തലൊക്കെയാണ്, കറണ്ട് ഇങ്ങോട്ട് ബീറ്റ് ചെയ്യാന്നൊക്കെയാണ് പോവുക, നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ഒന്ന് നോക്കി വെക്കുക. അതേമാതിരി നിങ്ങൾ അറിയാത്തൊരു സൈലന്റ് കില്ലറാണ് ഈ ചിത്രം.
ഈ ചിത്രം ചിലപ്പോൾ എക്സാമിന് തരും. എന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കേ പരമാവധി കറണ്ട് എപ്പോഴാണ് ഉണ്ടാകുക. ഒരു ജനറേറ്ററിൽ പരമാവധി കറണ്ട് ആണത് 90 ഡിഗ്രി 270 ഡിഗ്രി 90 ഡിഗ്രി 270 ഡിഗ്രി അങ്ങനെ ചിത്രങ്ങളാണ്. 90 ഡിഗ്രി ആണ സമയത്തും 270 ഡിഗ്രി ആകുന്ന സമയത്തുമാണ് പരമാവധി കറണ്ട് ഉണ്ടാകുക. ഇതൊക്കെ ഒന്ന് തേർഡ് ചാപ്റ്ററിന്റെ ലൈവിൽ പറഞ്ഞുതരും. അതേമാതിരി ടൈം പീരീഡ് ആണെങ്കിലോ കാട്ടി T/4 മുക്കാട്ടീൻ്റെ സമയത്തുമാണ് പരമാവധി കറണ്ട് ഉണ്ടാകുക. സോ ഈ ഒരു ചിത്രം തന്നിട്ട് പരമാവധി കറണ്ട് ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതും കൂടി എൻ്റെ മക്കളൊന്ന് പഠിച്ചു വെച്ചാൽ ശുഭകരം. പിന്നെ ചിലപ്പോൾ എക്സാമിന് എന്താ ചോദിക്കുക, സെൽഫ് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട ഈ 3 ചിത്രങ്ങളും കൂടി തന്നിട്ട് ചോദിക്കും ഇതിലേത് ബൾബാണ് ഏറ്റവും നന്നായിട്ട് കത്തുക എന്ന്. പൊന്നു മക്കൾ ആലോചിക്കണം. സോളിനോയിഡ് കൂടെ AC കറണ്ട് പാസ് ചെയ്താൽ അവിടെ ബാക്ക് EMF ഉണ്ടാവും. നമ്മളിന്ന് ലൈവിൽ പറയും, എന്നാലും ഞാൻ വെറുതെ ഒന്ന് പറയാം. ഇത് AC ആണോ DC ആണോ? ഇത് DC ആണ് സാറേ. ഒരു DC മാത്രം കടന്നു പോയാൽ ഒരു പ്രശ്നവുമില്ല, ഈ ബൾബ് നന്നായിട്ട് കത്തും. സാറേ ഇതിന്റെ പ്രത്യേകത എന്താ? സാറേ ഇതും DC ആണ്, DC ആയതുകൊണ്ട് തന്നെ നോ പ്രോബ്ലം, ഈ ബൾബും നന്നായിട്ട് കത്തും. എന്നാൽ സോളിനോയിഡ് കൂടെ AC കറണ്ട് പാസ് ചെയ്താൽ അവിടെ ബാക്ക് EMF ഉണ്ടാവും, ഈ ബൾബിന്റെ തീവ്രത കുറയും. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ. ഇതെന്താ പറയാ? സെൽഫ് ഇൻഡക്ഷൻ കേട്ടോ. അപ്പൊ ആ സെൽഫ് ഇൻഡക്ഷന്റെ ചിത്രം കൂടി ഒന്ന് ചോദിക്കുന്നത് വളരെ 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 നല്ലതാണ്, പഠിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. പിന്നെ അടുത്തത്, ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഇത് ഏത് റിഫ്ലക്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. സാറേ എല്ലാ ആൾക്കാരും പാരലൽ ആണെങ്കിൽ നമ്മൾ പറയും അത് റെഗുലർ റിഫ്ലക്ഷൻ ആണ്, ക്രമപ്രതിപതനാണ്. എന്നാൽ പാരലൽ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, അത് ഇറഗുലർ റിഫ്ലക്ഷൻ ആണ്, ക്രമരഹിത പ്രതിപതനാണ്, വിസരിത പ്രതിപതനാണ്, ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ ആണ്. അത് ചിലപ്പോൾ പേരൊക്കെ ചോദിക്കുക, ചിലപ്പോൾ പേരങ്ങോട്ട് മാറ്റും. ഡിഫ്യൂസ്ഡ്. എന്താണ് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ? ഇറഗുലർ റിഫ്ലക്ഷൻ്റെ മറ്റൊരു പേരാണ് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. ബുദ്ധിമുട്ട് വല്ലതുകൊണ്ടാ സാർ ഇതിൽ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് വിചാരിക്കുക. സുഹൃത്തുക്കൾ ഇതിൽ ചില അധോലോകം കാര്യങ്ങൾ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് വീണ്ടും വേണമെന്ന് വിചാരിക്കുക. എജുപോർട്ടിൻ്റെ ഈസി ഫിസിക്സ് എന്നുള്ള ചാനലിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരിക്കും അതിൻ്റെ ലിങ്ക്, പോയിട്ട് ജോയിൻ ചെയ്യുക, ഉഷാറാക്കുക. സോ ഗൈസ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചിത്രങ്ങൾ. ഇതിൽ ഏതെങ്കിലും ഒരു ചിത്രങ്ങൾ വിചാരിക്കുക സാറേ ആ ചിത്രം നല്ലോണം വിശദമായിട്ട് പറഞ്ഞു തരുമോ? ലൈവ് പിന്നെ എന്തിനാ മക്കളെ, ലൈവ് നല്ല ഉഷാറായിട്ട് നമ്മൾ എടുത്തരും, എല്ലാ കാര്യങ്ങളും ലൈവിൽ പറഞ്ഞുതരും. ഇപ്പം ഞാൻ എന്തിനാ പറഞ്ഞത്, ഈ ചിത്രങ്ങൾ നോക്കാണ്ട് പോകരുത് കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ. സോ ഗൈസ്, ലൈവിൽ കാണാം. സോ വീഡിയോ ലൈക്ക് അടിക്കുക, അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ലൈവ് നമ്മൾ തൂഫാനാക്കും. ഓക്കെ, ബൈ.